ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു മേക്കപ്പ് ട്യൂട്ടോറിയൽ അല്ലെങ്കിൽ ഒരു ഈദ് ഇൻസ്പോ ആണ് കാണിച്ചു തരാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ സ്കിന്നിന് ആദ്യം പ്രിപ്പയർ ചെയ്യണം. ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു ടോണർ. ഇത് വന്നിട്ട് എന്താ പറയുക, പ്ലമ്മിൻ്റെ ഒരു ടോണറാണ് കേട്ടോ. ഇതാണ് നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യാൻ പോകുന്ന സാധനം. നമ്മൾ കുറച്ചെടുത്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് നന്നായിട്ട് ഡ്രൈ ആവണം കേട്ടോ. നമ്മൾ ടോണർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ലപോലെ ഡ്രൈ ആയി കിട്ടണം. എന്നാലാണ് നമുക്ക് ബേസ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുമ്പോൾ. ഭയങ്കര ഡള്ളായിട്ടായിരിക്കുന്നത്. സോ അത് നല്ല ബാരിയർ, അത്ര നല്ല ബാരിയറൊന്നുമല്ല. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു മോയ്സ്ചറൈസർ. നിങ്ങളുടെ സ്കിന്നിന് പറ്റുന്ന ഏതൊരു മോയ്സ്ചറൈസർ വരും ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു മോയ്സ്ചറൈസർ ചെയ്തെടുക്കാം. ഞാനൊരു സ്ലൈഡ് കൂത്തിയിട്ടുണ്ട്. തട്ടം നന്നായിട്ട് അഴിഞ്ഞ് വീഴുന്നുണ്ട്. സോ അതുകൊണ്ട് ഞാനൊരു സ്ലൈഡൊക്കെ കൂത്തിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓക്കെ, നെക്സ്റ്റ് യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സ്വിസ് ബ്യൂട്ടിയുടെ ഒരു BB ലൈറ്റ് ഫൗണ്ടേഷൻ. നമുക്ക് കുറച്ച് ഒന്നിങ്ങനെ കയ്യിലിട്ട് കൊടുക്കാം. അധികം പ്രോഡക്റ്റ്സ് ഒന്നും ഇല്ലാത്ത ഒരു മേക്കപ്പ് ലുക്കാണ് കേട്ടോ ക്രിയേറ്റ് ചെയ്യുന്നത്. ബ്യൂട്ടി ബ്ലെൻഡർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ബട്ട് ഞാൻ എൻ്റെ കൈ വെച്ച് തന്നെയാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. ഒരു BB ക്രീമാണ് ഇത്. സത്യം പറഞ്ഞാൽ കുറച്ച് എന്താ കവറേജ് തരുന്ന ഒരു BB ക്രീം. ഒരു നല്ല ഒരു ഷൈനിങ് ഒക്കെ കിട്ടും കേട്ടോ. ഇത് ഈ ഒരു ക്രീമിൻ്റെ പ്രത്യേകത ഒരു ചെറിയ ഒരു ഗ്ലോസി ഫിനിഷാണ്. എനിക്ക് ഈ മേക്കപ്പ് കൂടുതലായിട്ട് വന്നിരിക്കുന്ന അത്ര വലിയ താല്പര്യമില്ല. എനിക്ക് എൻ്റെ സ്കിൻ കളർ, എൻ്റെ നാച്ചുറൽ സ്കിൻ കളർ ഒന്നിങ്ങനെ പുറത്ത് കാണുന്ന, അല്ലെങ്കിൽ ഒരുപാട് പൊട്ടിയിരുന്നേക്കാളും എൻ്റെ നാച്ചുറൽ സ്കിൻ കളർ എങ്ങനെയാണോ അത് കുറച്ചിങ്ങനെ പുറത്ത് കാണുന്നതാണ് എനിക്ക് കുറച്ചും കൂടെ താല്പര്യം കേട്ടോ. ഈ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ബ്ലഷാണ്. എൻ്റെ ഫേവറേറ്റ് ബ്ലഷാണ് കേട്ടോ. ഈ ഒരു ബ്ലഷ് നമുക്ക് അപ്ലൈ ചെയ്യാം. ചീക്കിൽ കുറച്ച് ഹൈ പോയിന്റിലായിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അതുപോലെ നമ്മൾ കണ്ണിൻ്റെ ഇവിടെയും ചെറിയൊന്ന് എടുത്ത് അപ്ലൈ ചെയ്യാനും മൂക്ക് ആടി ഒബ്വിയസ്ലി അവിടെയും കൂടെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. നല്ല പിഗ്മെൻറ്റേഷനാണ് കേട്ടോ ഈ ഒരു ബ്ലഷ് എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ബ്ലഷാണ്, അതുകൊണ്ട് ഫേവറേറ്റാണ്. ചുമന്നു ഗൈസ് ബ്ലഷ് കൂടി. നല്ല കണ്ണിൻ്റെ മുകളിൽ താഴെയും കൂടെ ഒന്നിങ്ങനെ വേണമെങ്കിൽ ചെന്നിട്ട് നല്ലപോലെ കുറച്ച് കുറച്ചൊരു ബ്ലഷ് കുറവല്ലേ, എനിക്ക് അവളത്ത് അങ്ങനെ കുറച്ച് കുറവ് പോലെ ഫീൽ ചെയ്യുന്നു. കുറച്ചും കൂടെ ഒന്ന് ഓക്കെ. ഇനി അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇത് ഇൻസൈറ്റ്സിൻ്റെ ഒരു ഹൈലൈറ്ററാണ്. പെട്ടു. ഓക്കെ, ഇൻസൈറ്റ്സിൻ്റെ ഒരു ഹൈലൈറ്റർ നമ്മൾ ഹൈ പോയിൻറ്റ്സിലൊക്കെ ഒന്ന് കുറച്ച് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഹൈ പോയിൻറ്റ്സിലൊക്കെ ഒന്ന് കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാം.
ഇത് കുറച്ച് വലിയ മൂക്കാണ്. സോ കോണ്ടോറൊന്നും ചെയ്യാൻ അറിയില്ല. സോ അങ്ങനെ അറിയാത്ത പണിക്ക് നമ്മൾ നിൽക്കുന്നില്ല. അറിയുന്ന പണി മാത്രം ചെയ്താൽ മതി. ഇത് ഭയങ്കര സ്മൂത്തായിട്ടുള്ളൊരു ടെക്സ്ചറാണ് ഇതിൻ്റെത്. നെക്സ്റ്റ് വന്നിട്ട് ഒരു കണ്ണെഴുതി കൊടുക്കാം. ഒരു കണ്ണല്ല, 2 കണ്ണെഴുതി കൊടുക്കണം. അടുത്ത് നമ്മളൊരു കാജലിട്ട് കൊടുക്കാം കേട്ടോ. ഇത് യൂസ് ചെയ്തിരിക്കുന്ന NYBയുടെ ഒരു കാജലാണ്. ഇതാണ് നമ്മൾ അടുത്ത് ഇട്ടെടുക്കാൻ പോകുന്നത്. ഇത് നമ്മൾ കോർണറിൽ മാത്രം ഇട്ട് കൊടുക്കുന്നേ ചെയ്യുള്ളൂ. രണ്ട് കണ്ണ് നോക്കണം. അപ്പോൾ നമ്മൾ കണ്ണെഴുതൽ കഴിഞ്ഞിട്ടുണ്ട്. കണ്ണിൻ്റെ മുകളിൽ കുറച്ചും കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് ബ്രഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എനിക്കിത് ഓക്കെ ആണ്, എനിക്കിത് ഓക്കെ ആയിട്ടുള്ള ലുക്കാണ്. ഈ ലിപ്സ്റ്റിക്കിൻ്റെ കാര്യത്തിൽ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്. ആകെ 3 ലിപ്സ്റ്റിക്കേ ഉള്ളൂ. സോ ഇതാണ് കുറച്ച് ഡാർക്ക് ഇട്ടാലോ എന്നാണ് വെച്ചിരിക്കുന്നത്. അടുത്ത് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഒരു ലിപ്സ്റ്റിക്കാണ്. ഇതെൻ്റെ ന്യൂ വണ്ണാണ്. ഇതാണ് ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട്. ഞാൻ ഇപ്പോഴാണ് ഇതൊന്ന് അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഈ ലിപ്സ്റ്റിക്കാണ് ഇടാൻ ഞാൻ വിചാരിക്കുന്നത്. സോ ഇത് പൊട്ടിയിട്ടോ, വരുമ്പോൾ തന്നെ ഇത് പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ലിപ്സ്റ്റിക്ക് ഭയങ്കര ക്രീമിയാണ്. നല്ല ഷെയ്ഡാണ് കേട്ടോ. പിഗ്മെൻ്റഡ് ലിപ്പിനൊക്കെ പറ്റിയൊരു നല്ല ഷെയ്ഡ്. എൻ്റെ കയ്യിൽ സ്വാച്ച് ചെയ്തതും ഇതാണ് ഷെയ്ഡ് വരുന്നത്. അപ്പോൾ നമ്മൾ മേക്കപ്പ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഔട്ട്ഫിറ്റ് ചേഞ്ച് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഇതാണ് ഞാൻ ഇട്ടിരിക്കുന്ന ഔട്ട്ഫിറ്റ് വന്നിട്ട്. ഇതൊരു എന്താ വൈറ്റ്, ഓഫ് വൈറ്റ് കളറിലൊരു ടോപ്പാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു ചീരാമണ്ടി ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നോസ് പിന്നൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു മേക്കപ്പ് ട്യൂട്ടോറിയൽ കൊടുക്കണമല്ലേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ മേക്കപ്പ് ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതെനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഡ്രസ്സാണ്. നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. അത് അടിപൊളിയാണ്, നല്ല ഭംഗിയാണ് ഈ ഡ്രസ്സ് കാണാനായിട്ട്. നിങ്ങൾക്ക് ഇങ്ങനത്തൊക്കെ വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് സെക്ഷൻ. സോ ഞാൻ ഇൻഷാല്ല ഇങ്ങനത്തൊക്കെ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഒന്ന് മേക്കപ്പിൽ കുറച്ചും കൂടെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്തിട്ട് നിങ്ങൾക്ക് വീഡിയോസൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. ബൈ.